തിരുവല്ലയിലെ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ പിടിയിലായ ജാവേദ് വർഷങ്ങളായി പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയിരുന്നുവെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. പെൺകുട്ടിയെ തിരുവല്ലയിലേക്ക് മാറ്റിയത് യുവാവിന്റെ ശല്യം കാരണം. ഇന്നലെ ജാവേദിന്റെ സുഹൃത്ത് വിളിച്ച് ജാവേദിന്റെ ഫോണിൽ വിളിക്കാൻ ആവശ്യപ്പെട്ടതായും പെൺകുട്ടിയുടെ അമ്മ പറയുന്നു. അവന്റെ ഒരു കൂട്ടുകാരന്, ഞാൻ കോട്ടയത്ത് ലോട്ടറി കടയിൽ പോയേക്കുമായിരുന്നു. അപ്പം അവന്റെ ഒരു കൂട്ടുകാരന് എന്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ജവാദിനെ വിളിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ജവാദിനെ വിളിച്ചു. വിളിക്കുമ്പോ ഇവള് കൊച്ചാ ഫോൺ എടുക്കുന്നത്. അവള് ഫോൺ എടുത്തിട്ട് അവളെന്നോട് പറഞ്ഞു, അമ്മച്ചി അവന് ഇതിന് ഇവിടെ കിടന്ന് ഭയങ്കര സീനുണ്ടാക്കുക, എനിക്കൊരു ഫോൺ വന്ന് ഞാൻ എല്ലാം എറിഞ്ഞ് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനപ്പോ അവനോട് പറഞ്ഞു, അവന്റെ ഫോൺ കൊടുത്ത് നീ എന്തിനാ അവൾക്ക് ഫോൺ കൊടുത്തേ, അവൾക്ക് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മേടിച്ചു കൊടുത്തോളാം, നീ ആവശ്യമില്ലാതെ അവളെ പറയണം, ശല്യം ചെയ്യല്ല, അവൾക്ക് ഇപ്പൊ ഫോണിന്റെ ആവശ്യമില്ല എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞു. നീ അവിടുന്ന് പോകാൻ പറഞ്ഞു. അപ്പോഴാ അവള് പറഞ്ഞു, ഞാൻ പറഞ്ഞു വീട്ടിൽ പോവാൻ പറ്റും എന്നും പറഞ്ഞു. അവള് പോവുകയും ചെയ്തു വീട്ടിലോട്ട്. പിന്നെ കാമ്പാത്ത് വെച്ച് എന്തുകൊണ്ടായെന്നൊന്നും അറിയത്തില്ല. അവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവള് ഷാളെടുത്ത് അടുക്കള അവിടെ ഷാളെടുത്ത് കെട്ടി തൂങ്ങി. അന്നേരം ഇവനെ വിളിച്ച് പറയുകയും ചെയ്തു, ഞാൻ ജാകാൻ പോവാന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ഗോകുൽ രമേശ് ചേരുന്ന വിവരങ്ങളുമായി. ഗോകുല, തിരുവല്ലയിലെ പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ജവാദ് വർഷങ്ങളായി പെൺകുട്ടിയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണോ വീട്ടുകാർ ആരോപിക്കുന്നത്? തിരുവല്ലയിലെ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ പിടിയിലായ ജവാദ് വർഷങ്ങളായി പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നത്. പെൺകുട്ടിയെ തിരുവല്ലയിലേക്ക് മാറ്റിയത് യുവാവിന്റെ ശല്യം കാരണമാണ്. ഇന്നലെ ജവാദിന്റെ സുഹൃത്ത് ജവാദിന്റെ ഫോണിൽ വിളിക്കാൻ ആവശ്യപ്പെട്ടതായും പെൺകുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ തർക്കമുണ്ടായി, പെൺകുട്ടിയുടെ ഫോൺ ജവാദ് എറിഞ്ഞു പൊട്ടിക്കുന്ന സാഹചര്യമുണ്ടായി എന്നൊക്കെയാണ് അമ്മ ആരോപിക്കുന്നത്. ഗോകുൽ പറയും. രോഹിണി, അതായത് വായ്പൂർ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു ഈ യുവാവും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയും നേരത്തെ താമസിച്ചിരുന്നത്. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോഴും വായ്പൂർ തന്നെയാണ് താമസിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ഈ ജവാദ് എന്ന് പറയുന്ന യുവാവിൻ്റെ ശല്യം ഈ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായിരുന്നതായിട്ടാണ് ഈ മരിച്ച അപർണയുടെ മാതാപിതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈ ജവാദിൻ്റെ ശല്യം സഹിക്ക വയ്യാതെയാണ് പെൺകുട്ടിയെ തിരുവല്ലയിലേക്ക് മാറ്റിയത്. പഠിപ്പിൻ്റെ ഭാഗമായിട്ടാണ് തിരുവല്ലയിലേക്ക് മാറ്റിയത്. തിരുവല്ലയിൽ പിന്നീട് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നുകൊണ്ടായിരുന്നു അപർണ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ യുവാവ് തിരുവല്ലയിൽ എത്തിക്കൊണ്ടും ശല്യപ്പെടുത്തുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഈ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ജവാദുമായിട്ടും ഈ പെൺകുട്ടിയുമായിട്ടും താൻ സംസാരിച്ചിരുന്നതായിട്ടാണ് ഈ അമ്മയുടെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാകുന്നത്. അതായത് ജവാദിൻ്റെ ഒരു സുഹൃത്ത് ആദ്യം ഈ അമ്മയെ വിളിച്ചിട്ട് പറയുകയാണ്, പെട്ടെന്ന് തന്നെ ജവാദിനെ വിളിക്കണം, സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഈ പെൺകുട്ടിയുടെ അമ്മ, അവർ കോട്ടയത്താണ് ജോലി ചെയ്യുന്നത്, കോട്ടയത്ത് ലോട്ടറി കടയിലാണ് ജോലി ചെയ്യുന്നത്. അവർ ആ സമയം ജവാദിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു, ജവാദിനോട് സംസാരിച്ച് അതിനുശേഷം ജവാദ് ഫോണ് ഈ പെൺകുട്ടിക്ക്, അതായത് മരിച്ച അപർണയ്ക്ക് കൈമാറി. അപർണ പറയുകയാണ്, അമ്മേ, ഇത്തരത്തിൽ ഈ ജവാദ് വീണ്ടും എന്നെ ശല്യപ്പെടുത്തുകയാണ്, ഇപ്പോൾ അവനൊരു പുതിയ ഫോൺ എൻ്റെ കൈ കൊണ്ട് തന്നു, ഞാൻ ആ ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തു എന്നൊക്കെ അമ്മയോട് പറഞ്ഞതായിട്ടാണ് അമ്മ പറയുന്നത്. അതിനുശേഷം അമ്മ ജവാദിനോട് ചൂടായി തന്നെ സംസാരിച്ചു, അല്ലെങ്കിൽ ആ രീതിയിൽ ശകാരിച്ചു പറഞ്ഞു, അവൾക്ക് ഫോണൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ടതില്ല, അത് വാങ്ങിച്ചു കൊടുക്കാൻ തങ്ങളുണ്ട്, അവളെ വെറുതെ വിടൂ എന്നൊക്കെ തന്നെ പറഞ്ഞു എന്ന് പറയുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയോട്, അപർണയോട് അമ്മ ആ ഫോണിൽ നീ പെട്ടെന്ന് വീട്ടിലേക്ക് പോകൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു, നിർദ്ദേശം കൊടുത്തു എന്നും അമ്മ പറയുന്നു. അതിനുശേഷമാണ് ഈ അപർണ വീട്ടിലെത്തിയതിനു ശേഷം ഇത്തരത്തിൽ ഷാളിൽ കെട്ടിത്തൂങ്ങി ജീവൻ എടുക്കുന്ന സംഭവം ഉണ്ടായത്. ഈ അപർണയുടെ കൈവശം ഒരു ചെറിയ ഫോൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഫോണിലൂടെ ഈ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ജവാദിനെ വിളിച്ച് താൻ മരിക്കാൻ പോവുകയാണ് എന്ന് അപർണ പറഞ്ഞിരുന്നതായിട്ടാണ് ഈ അമ്മ പറയുന്നത്. അങ്ങനെയാണ് ജവാദ് അവിടേക്ക് ഓടിയെത്തുകയും അപ്പോഴേക്കും ഈ പെൺകുട്ടി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ജവാദ് തന്നെയാണ് തുണി കട്ട് ചെയ്ത് മുറിച്ച് മാറ്റി ഈ പെൺകുട്ടിയെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. പിന്നീട്
നാട്ടുകാർ കൂടി ചേർന്നുകൊണ്ടാണ് അപർണയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ അപ്പോഴേക്കും അപർണയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ വ്യക്തമാകുന്ന ഈ കാര്യം, ഈ ജവാദ് എന്ന് പറയുന്ന യുവാവ് സ്ഥിരമായിട്ട് പെൺകുട്ടിയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവർ വായ്പൂര് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ യുവാവിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. ആ ശല്യം സഹിക്കുക വയ്യാതെയാണ് പെൺകുട്ടിയെ തിരുവല്ല പ്രദേശത്തേക്ക് മാറ്റി താമസിപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വളരെ ദുരൂഹമായിട്ടുള്ള സംഭവ വികാസങ്ങൾ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പെൺകുട്ടിയുടെ മൃതദേഹം തിരുവല്ലയിലെ ആശുപത്രിയിൽ നിന്ന്, മോർച്ചറിയിൽ നിന്ന് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ന് വൈകിട്ടോടുകൂടി മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാളെയായിരിക്കും അപർണയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നുണ്ടാവുക. വായ്പൂര് ഇവർ താമസിക്കുന്നത് ഒരു ചെറിയ സ്ഥലത്താണ്, ചെറിയ വീട് മാത്രമേ ഉള്ളൂ. അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ തിരുവല്ലയിലെ ബന്ധുവീട്ടിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ജവാദ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള ദുരൂഹമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇയാൾ വായ്പൂർ ഭാഗത്തെ SDPIയുടെയും ഒക്കെ തന്നെ പ്രവർത്തകനായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആ രീതിയിൽ ഇതൊരു പ്രണയക്കെണിയാണോ ചതിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ട് ഈ ഘട്ടത്തിൽ അനിവാര്യമാണ്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആ രീതിയിലുള്ള ആ നിലയ്ക്കുള്ള അന്വേഷണം നടക്കുമോ ഈ വിഷയത്തിൽ എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ഈ അമ്മയുടെ അടക്കം പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് കൃത്യമായിട്ട് ചതിയിലൂടെ ഈ പെൺകുട്ടിയെ കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ അമ്മയുടെ ശബ്ദ സന്ദേശം അടക്കം അന്വേഷണ സംഘം ശേഖരിക്കേണ്ടതുണ്ട്. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അടക്കം മൊഴിയടക്കം രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഈ കേസിൽ കൃത്യമായിട്ട് ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ആ രീതിയിലുള്ള അന്വേഷണ നടപടികൾ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രക്ഷിതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും ഈ ജവാദ് എന്ന് പറയുന്ന യുവാവ്, SDPI പ്രവർത്തകൻ കൂടിയായിട്ടുള്ള യുവാവ് മനഃപൂർവ്വമായിട്ട് ഈ പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയിരുന്നു. ആ രീതിയിലുള്ള ഇടപെടലുകളാകാം പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഗോകുൽ രമേശാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.